الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، أيها الناس، أوصيكم عباد الله ونفسي أولا بتقوى الله، فقد قال الله تعالى في قرآنه الكريم بعد أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. صدق الله العظيم. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي، وما توفيقي إلا بالله عليه توكلت وإليه منيب. ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും അള്ളാഹുവിനെ തഖ്വ ചെയ്ത് അവൻ്റെ വിധിവിലക്കുകൾക്കനുസരിച്ച് ജീവിക്കണമെന്ന് എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ഏറ്റവും പൂർണ്ണമായ രീതിയിൽ തഖ്വ ചെയ്യാൻ നാം ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ ജുമുഅക്ക് വേണ്ടി നമ്മളിവിടെ ഒരുമിച്ച് കൂടിയതിനെ അല്ലാഹു പരിപൂർണമായും നമ്മിൽ നിന്ന് സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു അവൻ്റെ കരുണ കൊണ്ട് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ഇനിയുള്ള ജീവിതകാലം അല്ലാഹുവിൻ്റെ ത്വഅത്തിലായി അവൻ്റെ ഇഷ്ടത്തിലായി ജീവിക്കുവാനും കലിമ ഉച്ചരിച്ചുകൊണ്ട് ഈമാനോടുകൂടി മരണപ്പെടാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയ ആളുകളുടെ ഖബറിടങ്ങളെ അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരെയും നമ്മെയുമെല്ലാം അല്ലാഹു അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി സന്തോഷിപ്പിക്കുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഒരു ഉമ്മ മരണം വരെയും തൻ്റെ മകനെ ചേർത്ത് പിടിക്കുകയും അവന് വേണ്ടി ദുആ ചെയ്യുകയും ചെയ്യേണ്ടതുണ്ട്. അതെത്രത്തോളം മക്കളുടെ ജീവിതത്തിൽ പ്രതിഫലനമുളവാക്കുമെന്നും അത്തരത്തിൽ ചെറുപ്പത്തിലെ ഉപ്പ മരണപ്പെട്ട് ജനിച്ചു വീണ കുട്ടികൾ ഉമ്മയുടെ ലാളനയിൽ മാത്രം, ഉമ്മയുടെ ദുആ കൊണ്ട് മാത്രം എത്രത്തോളം ഉന്നതിയിലെത്തിയ ചരിത്രങ്ങൾ എമ്പാടും നമുക്ക് ഇസ്ലാമിക ചരിത്രത്തിൽ നോക്കിയാൽ കാണുവാൻ സാധിക്കും. അത്തരത്തിലുള്ള ഒരു പണ്ഡിത വ്യക്തിയെക്കുറിച്ചാണ് ഇമാം അതാ ഇബ്നു അബി റബാഹ് റഹിമഹുള്ളയെ സംബന്ധിച്ച് കഴിഞ്ഞ ആഴ്ച നമ്മൾ പറയുകയുണ്ടായി. ഇത്തരത്തിൽ ഒരുപാട് മക്കളെ നമുക്ക് ഇസ്ലാമിക ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. അത് സ്വഹാബാക്കളുടെ കാലം മുതൽ തന്നെ ഉമ്മയുടെ ലാളനയിൽ മാത്രം വളരുകയും ആ ഉമ്മ ദീനനുസരിച്ച് ജീവിക്കുകയും തൻ്റെ മക്കളെ അതിനനുസരിച്ച് വളർത്തുകയും അവർക്ക് വേണ്ടി ദുആ ചെയ്യുകയും എപ്പോഴും ദീനിനോട് അവരെ ബന്ധപ്പെടുത്തുകയും ചെയ്തതിൻ്റെ പേരിൽ ഇസ്ലാമിക ലോകത്തിന് തന്നെ ഒരുപാട് വലിയ വലിയ സേവനങ്ങൾ നൽകാൻ ആ മക്കൾക്ക് സാധിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കും.
ഓരോ മാതാപിതാക്കളോടും അവരുടെ ചരിത്രമൊക്കെ പറയുന്നത് അത്തരത്തിലുള്ള ചരിത്രത്തിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് അതിനനുസരിച്ച് നമ്മുടെ മക്കളെയും സ്വന്തത്തിനും സമൂഹത്തിനും അതുപോലെ തന്നെ കുടുംബത്തിനും അതിലുപരിയായി പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനും പ്രയോജനപ്പെടുന്നവരാക്കി നമ്മൾ വളർത്തിയെടുക്കേണ്ടതുണ്ട്. പ്രസിദ്ധ സഹാബിയായ ഇമാം അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രമെടുത്ത് നോക്കിയാൽ അദ്ദേഹം ഇതുപോലെ ഉപ്പയില്ലാതെ ഉമ്മയുടെ ശിക്ഷണത്തിൽ വളർന്നു വന്ന ഒരു സഹാബി വര്യനാണ്. ഉമ്മു സുലൈം ബിൻത് മിൽഹാൻ റളിയല്ലാഹു അൻഹ, അതായിരുന്നു അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയുടെ പേര്. അവർക്കും മാലിക് ബിൻ നദർ എന്ന് പറയുന്ന അദ്ദേഹത്തിനുമിടയിൽ അവരുടെ ദാമ്പത്യ ബന്ധത്തിൽ ഉണ്ടായ മകനാണ് അനസ് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് ഹിജ്റ ചെയ്തു വന്നപ്പോൾ ഒരുപാട് അൻസാരികളായ സഹാബിമാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സമ്മാനങ്ങൾ കൊടുത്തപ്പോൾ ഉമ്മു സുലൈം ബിൻത് മിൽഹാൻ റളിയല്ലാഹു അൻഹ, അനസ് റളിയല്ലാഹു അൻഹു തന്നെ ആ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ജാഅത് ബി ഉമ്മി ഉമ്മു അനസിൻ ഇലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നെയും കൊണ്ട് എൻ്റെ ഉമ്മ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് വന്നു. വഖദ് അസ്സറത്നി ബിനസ്ഫി ഖിമാരിഹ, ഞാൻ എൻ്റെ ഉമ്മയുടെ തട്ടത്തിന്റെ ഒരു ഭാഗം കൊണ്ട് എന്നെ എൻ്റെ ഉമ്മ ഇങ്ങനെ മറച്ചിരുന്നു. ഫഖാലത്ത് യാ റസൂലല്ലാഹ് ഹാദാ ഉനൈസുൻ ഇബ്നി, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എന്നെ എൻ്റെ ഉമ്മ പരിചയപ്പെടുത്തി കൊടുത്തു. ഹാദാ ഉനൈസുൻ ഇബ്നി, അനസ് എന്നതിനെ തസ്ഗീറാക്കി പറയുക എന്ന് പറയും അറബിയിൽ. ഉനൈസ് അഥവാ നമ്മൾ മലയാളത്തിൽ കൊച്ചനസ് എന്നൊക്കെ പറയുന്നത് പോലെ സ്നേഹത്തോടുകൂടി അറബികൾ തസ്ഗീറാക്കി പറയുന്ന ഒരു സമ്പ്രദായം അവർക്കിടയിലുണ്ട്. സഹ്ല് എന്നതിന് സുഹൈൽ എന്നും നഈം എന്നതിന് നുഐം എന്നും എന്നിങ്ങനെ തസ്ഗീറാക്കി പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അത്തരത്തിൽ സ്നേഹത്തോടുകൂടി ആ ഉമ്മ ആ മകനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, അതൈതുക ബിഹി യഖ്ദുമുക, നബിയെ ഇവനെ ഞാൻ നിങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്യാൻ വേണ്ടി, സേവനം ചെയ്യാൻ വേണ്ടി, നിങ്ങളുടെ ശിക്ഷണത്തിൽ വളരാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് അവനെ നിങ്ങൾ സ്വീകരിക്കണം. അനസ് റളിയല്ലാഹു അൻഹുവിന് 10 വയസ്സോടടുത്ത് മാത്രമാണ് പ്രായമുള്ളത്. ഫദ്ഉല്ലാഹ ലഹു, എന്നിട്ട് ആ ഉമ്മ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് അനസ് റളിയല്ലാഹു അൻഹുവിന് വേണ്ടി ദുആ ചെയ്യിപ്പിക്കുകയും ചെയ്തു. നബി തങ്ങള് അവിടെ നിന്ന് തന്നെ ദുആ ചെയ്തു, അല്ലാഹുമ്മ അക്സർ മാലഹു വവലദഹു, എനിക്ക് വേണ്ടി നബി തങ്ങൾ ദുആ ചെയ്തു, അല്ലാഹുമ്മ അക്സർ മാലഹു, അല്ലാഹുവേ അദ്ദേഹത്തിന്റെ സമ്പത്തിൽ നീ ബർക്കത്ത് ചൊരിയണമേ, അതിനെ നീ വർദ്ധിപ്പിക്കണമേ. വവലദഹു, അദ്ദേഹത്തിന്റെ സന്താന പരമ്പരയിലും നീ ബർക്കത്ത് ചൊരിയണേ, അതിനെ നീ വർദ്ധിപ്പിക്കണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്തു. അനസ് റളിയല്ലാഹു അൻഹു ആ ഹദീസ് ഉദ്ധരിച്ചിട്ട് പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എനിക്ക് വേണ്ടി ചെയ്ത ആ ദുആയെ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് ഉറപ്പാവുകയുണ്ടായി. ഒരുപാട് കാലത്തിന് ശേഷം അദ്ദേഹം ഇത് പറയുമ്പോൾ അദ്ദേഹം പറയുകയാണ്, ഫവല്ലാഹി ഇന്ന മാലി ലകസീറുൻ, അല്ലാഹു എനിക്ക് സമ്പത്ത് കൊണ്ട് അനുഗ്രഹം ചെയ്തു, എനിക്ക് ഒരുപാട് സമ്പത്ത് ലഭിക്കുകയുണ്ടായി. വഇന്ന വലദി വവലദ വലദി ലയതആദ്ദൂന അലാ നഹ്വിൽ മിഅ, അദ്ദേഹത്തിന് ഒരുപാട് ആയുർദൈർഘ്യം നൽകപ്പെടുകയുണ്ടായി, ആയുസ്സിൽ അല്ലാഹു ബർക്കത്ത് നൽകുകയുണ്ടായി. അദ്ദേഹം മരണപ്പെടുമ്പോഴേക്കും അദ്ദേഹത്തിന്റെ മക്കളും പേരമക്കളുമായി 100-നടുത്ത് അദ്ദേഹത്തിന്റെ സന്താന പരമ്പരയിൽ ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹം തന്നെ നമുക്ക് സാക്ഷ്യം വഹിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരുപാട് നല്ല നല്ല ചരിത്രങ്ങളും ഹദീസുകളും 2286 ഹദീസുകൾ അനസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ സ്വന്തം ഭാഗത്തു നിന്ന് റിപ്പോർട്ട് ചെയ്തതായിട്ട് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നാം നോക്കിയാൽ അദ്ദേഹത്തിന്റെ ഉമ്മ ആ ഒരു ശിക്ഷണത്തിൽ അദ്ദേഹത്തെ വളർത്തിയത് കൊണ്ടാണ്
അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്യുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കുകയും ചെയ്തതുകൊണ്ട് ഇസ്ലാമിന്റെ ഹദീസിന് വേണ്ടി ഇത്രത്തോളം അദ്ദേഹത്തിന് സംഭാവന ചെയ്യുവാൻ സാധിക്കുകയുണ്ടായി. ഇതുപോലെ ഇമാം ഷാഫിഈ റഹ്മഹുള്ളയുടെ ജീവിതം എടുത്ത് നമ്മൾ പരിശോധിച്ചു നോക്കിയാലും അദ്ദേഹത്തിന്റെ പിതാവ് ചെറുപ്പത്തിൽ തന്നെ മരണപ്പെട്ടു പോവുകയുണ്ടായി. ഹിജ്റ 150 ഇമാം ഷാഫിഈ റഹ്മഹുള്ള ജനിക്കുന്നത്. ഹിജ്റ 204 അദ്ദേഹത്തിന് 54 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ അദ്ദേഹം ഈജിപ്തില് ഫുസ്താത്ത് എന്ന് പറയുന്ന പട്ടണത്തിൽ വെച്ചാണ് മരണപ്പെടുന്നത്. ഗസയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. അദ്ദേഹത്തിന്റെ പേര് മുഹമ്മദ് ബിൻ ഇദ്രീസ് അശ്ശാഫിഈ എന്നാണ്. അറബികളെ സംബന്ധിച്ച് അവർ കുനിയത്ത് എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ മക്കളിലേക്ക് ചേർത്തുകൊണ്ട് അവരുടെ പേരുകൾ പറയപ്പെടാറുണ്ട്. അബു അബ്ദില്ല എന്നാണ് ഇമാം ഷാഫിഈയുടെ കുനിയത്തായിട്ട് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ചിടത്തോളവും നബി തങ്ങളുടെ 2 ആൺമക്കളായിരുന്നു ഇബ്രാഹിം എന്ന് പറയുന്നതും ഖാസിം എന്ന് പറയുന്ന മകനും. അവരിലേക്ക് ഖാസിം എന്ന് പറയുന്ന മകനിലേക്ക് ചേർത്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അബുൽ ഖാസിം എന്ന് ഒരുപാട് ഹദീസുകളിലും മറ്റുമായിട്ട് വിശേഷിപ്പിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. കുനിയത്ത് അഥവാ തന്റെ മക്കളിലേക്ക് ചേർത്തുകൊണ്ട് അവരുടെ പേര് പറഞ്ഞുകൊണ്ട് അതിന്റെ കൂടെ അബു എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്ന ഒരു ശീലം അറബികൾക്കുണ്ടായിരുന്നു. അതുപോലെ തന്നെ ലഖബ് എന്ന് പറയുന്നത് അവരുടെ അറിയപ്പെട്ട പേരാണ്. അമീറുൽ മുഅ്മിനീന ഫിൽ ഹദീസ് അല്ലെങ്കിൽ അമീറുൽ ശുഅറ എന്നിങ്ങനെ ലഖബുകളും കുനിയത്തുകളും അറബികൾക്ക് നമുക്ക് കാണുവാൻ സാധിക്കും. 2 വയസ്സ് പിന്നിട്ടപ്പോൾ തന്നെ ഇമാം ഷാഫിഈയുടെ ഉമ്മ അദ്ദേഹത്തെയും കൊണ്ട് അദ്ദേഹത്തിന്റെ പഠനത്തിനു വേണ്ടി, അദ്ദേഹത്തിന്റെ ദീനിയായ വിജ്ഞാന സമ്പാദനത്തിനു വേണ്ടി ഗസയിൽ നിന്നും പുറപ്പെട്ടുകൊണ്ട് ഒരുപാട് നാടുകളിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. 7 വയസ്സായപ്പോഴേക്കും ഇമാം ഷാഫിഈ പരിപൂർണമായും ഖുർആൻ മനഃപ്പാഠമാക്കുകയുണ്ടായി. അതുപോലെ തന്നെ ഇമാം ബുഖാരിയൊക്കെ ജനിക്കുന്നതിന് മുമ്പാണിത്. ആ സമയത്ത് ഏറ്റവും വിഖ്യാതമായ ഹദീസിന്റെ ഗ്രന്ഥം സ്വഹീഹുൽ ബുഖാരി ക്രോഡീകരിക്കപ്പെടുന്നതിന് മുമ്പ് ക്രോഡീകരിച്ച ഗ്രന്ഥമാണ് ഇമാം മാലിക് റഹിമഹുള്ളയുടെ മുവത്ത എന്ന് പറയുന്ന ഗ്രന്ഥം. ആ ഗ്രന്ഥം പൂർണ്ണമായും 10 വയസ്സുള്ളപ്പോൾ ഇമാം ഷാഫിഈ തന്റെ ഉമ്മയുടെ ശിക്ഷണത്തിൽ മനഃപ്പാഠമാക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ ഉമ്മ പിന്നീട് അദ്ദേഹത്തെ മദീനയിലേക്ക് കൊണ്ടുവരികയും അവിടെ മദീനത്തെ മസ്ജിദ് നബവിയിലും മറ്റുമായി ദർസ് നടത്തിയിരുന്ന ഈ മുവത്തയുടെ ഇമാമായ ഇമാം മാലിക്കിന്റെ ദർസിൽ അദ്ദേഹത്തെ കൊണ്ടു ചെന്നാക്കുകയും ചെയ്തു. ആ സമയത്ത് 10 വയസ്സുള്ള ഇമാം ഷാഫിഈ റഹ്മഹുള്ള ഇമാം മാലിക് റഹ്മഹുള്ളക്ക് ആ മുവത്ത പരിപൂർണമായി പഠിച്ച് കേൾപ്പിക്കുന്നത് ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഫാത്തിമ ബിൻത് അബ്ദുള്ള അൽ അസ്ദിയ എന്നായിരുന്നു ഇമാം ഷാഫിഈ റഹ്മഹുള്ളയുടെ ഉമ്മയുടെ പേര്. അദ്ദേഹത്തിന്റെ ചെറുപ്പകാലഘട്ടത്തിൽ ഉപ്പ മരണപ്പെട്ടത് കൊണ്ട് തന്നെ ഒരുപാട് ഈ യാത്രയിലൊക്കെ ആയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിക്കൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഉമ്മ അദ്ദേഹത്തെ വളർത്തുന്നത്. അദ്ദേഹത്തിന്റെ ഒരുപാട് ഗ്രന്ഥങ്ങൾ പിന്നീട് ഇസ്ലാമിക ലോകത്തിന് ഒരുപാട് ഉപകാരപ്പെടുന്ന സേവനങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഹദീസ് ഉള്ളതുപോലെ ഹദീസ് സ്വീകരിക്കുന്നതിന് ഹദീസ് നിദാന ശാസ്ത്രമുണ്ട്, ഉസൂലുൽ ഹദീസ് ഉണ്ട്. അതുപോലെ തന്നെ കർമ്മശാസ്ത്രങ്ങൾ വേർതിരിച്ചെടുക്കുന്നതിന് ഉസൂലുൽ ഫിഖ്ഹ് കർമ്മശാസ്ത്രത്തിന്റെ നിദാന ശാസ്ത്രമുണ്ട്. അതിനൊക്കെ അടിസ്ഥാനമിടുകയും അതിലൊക്കെ ഒരുപാട് നിയമങ്ങൾ ക്രോഡീകരിച്ചെടുക്കുകയും ചെയ്തത് ഇമാം ഷാഫിഈ റഹ്മഹുള്ളയാണ്. അതുപോലെ തന്നെ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മഹുള്ള അദ്ദേഹത്തിന്റെ ചരിത്രമെടുത്ത് നമ്മൾ പരിശോധിച്ചു നോക്കിയാലും ഇത്തരത്തിൽ ചെറുപ്പത്തിൽ തന്നെ ഉപ്പ മരണപ്പെട്ടു പോവുകയും ഉമ്മയുടെ കീഴിൽ ഉമ്മയുടെ ശിക്ഷണത്തിൽ വളർന്നു വലുതാവുകയും ഇസ്ലാമിക ലോകത്തിന് ഒരുപാട് സേവനങ്ങൾ ചെയ്യുകയും ചെയ്ത ഇമാമാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ള. അദ്ദേഹം ജനിക്കുന്നതും മരണപ്പെടുന്നതുമെല്ലാം ബഗ്ദാദിൽ വെച്ചാണ്. ക്രിസ്താബ്ദം 780 ഹിജ്റ 164 ഇമാം ഷാഫിഈയുടെ ജനനത്തിന് ശേഷമാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ള ജനിക്കുന്നത്. അദ്ദേഹം ഹിജ്റ 241 മരണപ്പെടുന്നത്. ഇമാം അഹ്ലി സുന്ന എന്ന
അപരനാമത്തിലാണ്, ലഖബിലാണ് അദ്ദേഹത്തെ ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ ഉപ്പ മരിക്കുന്നത്, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ളയുടെ ഉപ്പ മരണപ്പെടുന്നത് അദ്ദേഹത്തിന് 3 വയസ്സ് പ്രായമുള്ളപ്പോൾ മാത്രമാണ്. ഉമ്മയുടെ പേര് സുഫിയ ബിൻത്ത് മൈമൂന എന്നായിരുന്നു. ചെറുപ്പത്തിൽ തന്നെ, ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് ഉമ്മ തന്റെ മുഫ്തയിൽ പൊതിഞ്ഞുകൊണ്ട്, തന്റെ തട്ടത്തിൽ പൊതിഞ്ഞുകൊണ്ട് പള്ളിയിലേക്ക് കൊണ്ടുവരികയും നമസ്കാരത്തെ കാണിക്കുകയും കേൾപ്പിക്കുകയും അതിൽ പങ്കെടുപ്പിക്കുകയും ചെയ്യുമായിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അദ്ദേഹവും തന്റെ 10 വയസ്സാകുമ്പോൾ പരിപൂർണമായി ഖുർആൻ ഹിഫ്ള് ചെയ്യുകയും പിന്നീട് ഇസ്ലാമിന്റെ മറ്റ് പഠനങ്ങളിലേക്ക് തിരിയുകയും ചെയ്തു. അബ്ബാസിയ ഖലീഫമാരുടെ കാലഘട്ടത്തിൽ പ്രസിദ്ധിയാർജിച്ച ഒരു ഇസ്ലാമിക ലോകത്തെ ഒരു വിവാദമായിരുന്നു പരിശുദ്ധമായ ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണോ അതല്ലെങ്കിൽ അള്ളാഹുവിന്റെ സൃഷ്ടിയാണോ ഖൽഖുൽ ഖുർആൻ എന്നുള്ള വിവാദം. അതിലൊക്കെ ഒരുപാട് ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ളക്ക് ഒരുപാട് മർദ്ദനങ്ങളും പീഡനങ്ങളും സഹിക്കേണ്ടി വന്നതായിട്ട് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ ഹദീസിന്റെ ഗ്രന്ഥമാണ് മുസ്നദ് അഹ്മദ് എന്ന പേരിൽ പ്രസിദ്ധമായ ഗ്രന്ഥം. 3000-ഓളം ഹദീസുകൾ അദ്ദേഹം അതിൽ ക്രോഡീകരിച്ചതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. സഹീഹുൽ ബുഖാരിയുടെ രചയിതാവായ അസഹുൽ കുതുബി തഹ്ത സമാഇ ബഅദ കിതാബില്ലാഹ്, അഥവാ പരിശുദ്ധമായ ഖുർആനിന് ശേഷം ആകാശത്തിന്റെ കീഴിൽ ഏറ്റവും സഹീഹായ ഒരു ഗ്രന്ഥമുണ്ടെങ്കിൽ അത് സഹീഹുൽ ബുഖാരിയാണെന്ന് പണ്ഡിതന്മാർ അഭിപ്രായം പറഞ്ഞ ഇമാം ബുഖാരിയുടെ ഹദീസിന്റെ ഗ്രന്ഥം, അതിന്റെ രചയിതാവായ ഇമാം ബുഖാരിയും മുഹമ്മദ് ബിൻ ഇസ്മായിൽ ഇബ്നു ഇബ്രാഹിം എന്നാണ് ഇമാം ബുഖാരിയുടെ നാമം. അദ്ദേഹത്തിന്റെ ചെറുപ്പകാലവും നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ ഉപ്പ മരണപ്പെടുകയും ജന്മന കാഴ്ച ശക്തിയില്ലാത്തവനായി ജനിക്കുകയും ചെയ്ത ആളാണ് അദ്ദേഹം. എന്നിട്ട് അദ്ദേഹത്തിന്റെ ഉമ്മ ഒരുപാട് കാലം ദുആ ചെയ്യുകയും അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത് നിർത്താതെ അതിലുള്ള പ്രതീക്ഷ കൈവിടാതെ വീണ്ടും വീണ്ടും അള്ളാഹുവിനോട് ദുആ ചെയ്യുകയും പിന്നീട് ആ കുട്ടിക്ക് കാഴ്ചശക്തി തിരിച്ചു കിട്ടുകയും ചെയ്തതായിട്ട് ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. 6 ലക്ഷത്തോളം വരുന്ന ഹദീസുകളെ പഠിക്കുകയും അതിൽ നിന്ന് ഏറ്റവും അസഹായത് മാത്രം അദ്ദേഹം തെരഞ്ഞെടുത്തുകൊണ്ട് സഹീഹുൽ ബുഖാരി ക്രോഡീകരിക്കുകയും ചെയ്തു. അതിന്റെ ക്രോഡീകരണത്തിന്റെ ചരിത്രമൊക്കെ നമ്മൾ പഠിച്ചു നോക്കുകയാണെങ്കിൽ എത്രത്തോളം ത്യാഗം ചെയ്തിട്ടാണ് ഓരോ ഹദീസും അതിനെ തള്ളുകയും അതിനെ സ്വീകരിക്കുകയും ചെയ്യുന്നതെന്ന് ഹദീസ് നിദാന ശാസ്ത്രവും സഹീഹുൽ ബുഖാരിയുടെ ക്രോഡീകരണവും ഒക്കെ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഓരോ സ്ഥലത്ത് വെച്ച് സംശയം വരുമ്പോഴും അല്ലെങ്കിൽ ഓരോ ഹദീസിനെ സ്വീകരിക്കുമ്പോഴും 2 റക്അത്ത് നമസ്കരിക്കുകയും ഇസ്തിഖാറ നമസ്കരിക്കുകയും അതിനെപ്പറ്റി വീണ്ടും വീണ്ടും പഠിക്കുകയും അതിനുശേഷം മാത്രമേ ഓരോ ഹദീസും സ്വീകരിക്കുകയുള്ളൂ. ആ ഹദീസ് റിവായത്ത് ചെയ്ത് വന്ന ആളുകളെ ഓരോരുത്തരെയും പഠിക്കുകയും അവരിൽ നിന്ന് ആരെങ്കിലും നിന്നും ഒരു മുഖാലഫത്തു സുന്നത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തിനോട് എതിരായിട്ട് എന്തെങ്കിലും ഒരു പ്രവൃത്തി, ഒരു കറാഹത്ത്, അഥവാ വലതുഭാഗത്തേക്ക് തുപ്പുന്നത് കറാഹത്താണ്, ഇടതുഭാഗത്തേക്ക് തുപ്പുന്നത് സുന്നത്താണ്, അത്തരത്തിലുള്ള ചെറിയ ഒരു മുഖാലഫത്ത് പോലും ഉണ്ടെങ്കിൽ അവരിൽ നിന്നും ഹദീസ് സ്വീകരിക്കാതെ അത്തരത്തിൽ 6 ലക്ഷത്തോളം ഹദീസുകളിൽ നിന്നും അസഹായത് മാത്രം ക്രോഡീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം സഹീഹുൽ ബുഖാരി രചിക്കുന്നത്. ഇത്തരത്തിലുള്ള മഹാന്മാരൊക്കെ വളർന്നു വന്നത് അവരുടെ ഉമ്മമാരുടെ ശിക്ഷണത്തിന്റെ കീഴിലും അവരുടെ ഉമ്മമാരുടെ ദുആയുടെ ബലത്തിലുമാണ്. ഇത്തരത്തിലുള്ള മഹാന്മാർ ഇനിയും ഇസ്ലാമിക ലോകത്ത് ഉണ്ടാകേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലൊക്കെ നമ്മുടെ വരും തലമുറകളെ സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ മക്കളെ അല്ലാഹു സ്വന്തത്തിനും കുടുംബത്തിനും സമൂഹത്തിനും അതിലുപരി പരിശുദ്ധമായ ഇസ്ലാമിനെ ഖിദ്മത്ത് ചെയ്യുന്ന മക്കളാക്കി അല്ലാഹു ഖബൂലാക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.